ഭർത്താവ് വിശ്വാസ പരിശീലകൻ, മകൻ അൾത്താര സംഘം, മകൾ ഗായക സംഘം. മനസ്സ് അല്പം അഹങ്കരിച്ചോ എന്നറിയില്ല. വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള ജീവിതം. പള്ളിയുമായി ഞാനും വളരെ അടുത്ത് തന്നെ നിന്നിരുന്നു. പെട്ടെന്നാണ് 2012 ഭർത്താവിന് പനി വന്നു. വിറയലോട് കൂടിയ പനിയാണ്. പല ടെസ്റ്റുകളും ചെയ്തു. രോഗം എന്താണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. 2013 ഡിസംബർ 27 ഭർത്താവ് മരിച്ചു. എന്തിനും ഭർത്താവിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അതുവരെ. ഈശോ ഒരു ഹീറോ ആയിരുന്നു ചെറുപ്പം മുതലേ. ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ദൈവം ജീവിതത്തിൽ അനുവദിക്കുകയുള്ളൂ എന്നും അറിയാം. മൂത്ത മകൾക്ക് 12 വയസ്സ്, മോന് 10 വയസ്സ്. എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ഇന്നും ഓർക്കുമ്പോൾ അത്ഭുതത്തെക്കാളേറെ നന്ദിയും സ്നേഹവുമാണ് എന്റെ നാഥനോട്. ഇന്ന് മകൾക്ക് 24 വയസ്സ്, മോന് 22. ഞാൻ നടന്നതല്ല, അവൻ എന്നെ നടത്തിയതാ. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ, പ്രത്യാശ വെച്ചപ്പോൾ അവൻ എന്നെയും എന്റെ കുടുംബത്തെയും ഉള്ളം കൈയിൽ കൊണ്ടു നടന്നു. 12 വർഷങ്ങൾ എങ്ങനെ കടന്നുപോയി എന്നറിയില്ല. സമാധാനമായിരുന്നു, സന്തോഷമായിരുന്നു. ദൈവത്തിന്റെ ഇടപെടൽ വളരെ അത്ഭുതാവഹമാണ്. ദൈവം എല്ലാം വളരെ മനോഹരമായി ക്രമീകരിക്കുന്നു. ഡേവി സേട്ടന് അസുഖം വരുന്നതിന് 1 വർഷം മുൻപ് ദൈവം എനിക്കായി ഒരു ജോലി എന്റെ മകൾ പഠിക്കുന്ന സ്കൂളിന്റെ ഓഫീസിൽ ഒരുക്കുന്നു. ചെറുപ്പത്തിൽ എത്ര പരിശ്രമിച്ചിട്ടും ഒരു സൈക്കിൾ ചവിട്ടാൻ പറ്റാതിരുന്ന ഞാൻ 2 മാസം കൊണ്ട് സ്കൂട്ടർ ഓടിച്ച് പഠിക്കുന്നു. എല്ലാം അറിയുന്ന ദൈവം എന്നെ ഒരുക്കുകയായിരുന്നോ എന്നെനിക്ക് അത്ഭുതം മാത്രമായിരുന്നു. എല്ലായ്പ്പോഴും എനിക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നെ സഹായിക്കാൻ അവിടുന്ന് മാലാഖമാരെ ഏർപ്പാടാക്കി തന്നു. പല സ്ഥലങ്ങളിലായി, പല സമയങ്ങളിലായി, പല രൂപത്തിൽ ഒത്തിരി കൂട്ടുകാരെ ദൈവം നൽകി. എന്തു ചെയ്യും എന്നോർത്ത് വിഷമിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ഇടവരുത്തിയില്ല. എന്നെ സഹായിക്കാൻ എന്റെ കോടിശ്ശേരിയിലെ സഹോദരങ്ങളെ ദൈവം എപ്പോഴും ഒരുക്കി തന്നു. എന്റെ അയൽപ്പക്കത്തെ CMC സിസ്റ്റേഴ്സ് എന്നെ പ്രാർത്ഥനയിലൂടെയും നല്ല വാക്കുകളിലൂടെയും എപ്പോഴും സഹായിക്കാൻ ഉണ്ടായിരുന്നു. അവരെ എന്റെ ദൈവം എനിക്കായി ഒരുക്കി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മകൾ പഠിക്കുന്ന സ്കൂളിലെ CMF അച്ഛന്മാരിലൂടെ എന്റെ ദൈവം അവന്റെ കരുതലും കരുണയും അനുഭവിക്കാൻ ഇടയാക്കി. CBSE സ്കൂളിൽ ഒരു ഫീസും ഇല്ലാതെ എന്റെ മകൾ പഠിച്ചിറങ്ങി. മകൾ നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ എന്റെ കോടിശ്ശേരി CMC സിസ്റ്റേഴ്സിന്റെ സ്നേഹപൂർവമായ ഇടപെടൽ മൂലം നൈപുണ്യ ഇന്റർനാഷണലിന്റെ ടാലന്റ് ട്രാക്ക് എന്ന പരിപാടിയിലൂടെ സ്കോളർഷിപ്പ് ലഭിച്ചത് ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലായി ഞാൻ കാണുന്നു. ചെറിയ എന്തെങ്കിലുമൊക്കെ ബാധ്യതകളല്ലാതെ ഒരു ലോൺ പോലും എടുക്കാതെ എന്റെ മകൾ BSc നഴ്സിംഗ് പൂർത്തിയാക്കിയതും എന്റെ ദൈവത്തിന്റെ കരുതലല്ലാതെ എന്താണ്? എന്താവശ്യമുണ്ടെങ്കിലും പറയണമെന്ന് പറയുന്ന കുറെ നല്ല ചേച്ചിമാരെ കോടിശ്ശേരിയിൽ എന്റെ ദൈവം എനിക്കായി ഒരുക്കി തന്നു. 1ാം ക്ലാസ്സിലെ എന്റെ കുഞ്ഞു മക്കൾക്ക് ഈശോയെക്കുറിച്ച്, അവന്റെ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു. 9 വർഷമായി ഞാനിത് തുടരുന്നു. എന്റെ മകനും മകളും ഇന്ന് ജോലി ചെയ്യുന്നു. ഞങ്ങൾ വളരെ പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. ഇതുവരെ വഴി നടത്തിയ ദൈവം ഇനിയും മുന്നോട്ട് നടത്തും എന്ന ബോധ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നിരാശപ്പെടാൻ അവൻ അനുവദിച്ചില്ല, തളർത്തിയിട്ടുമില്ല. ദൈവമേ, എന്നും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ സഹായിക്കണേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ നമുക്ക് കഴിയും. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരും പ്രത്യാശ വയ്ക്കുന്നവരുമാണെങ്കിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാൻ സഹായിക്കണമേ.